ഹായ് ഫ്രണ്ട്സ്. പിന്നെ എക്സ്പോസഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൂ ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ പിന്നെ തുടക്കക്കാർക്കും വളരെ മനോഹരമായിട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള ചെറിയ കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നിടെ പറയാൻ പോകുന്നത്. എക്സ്പോസറായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓരോ വരി വെച്ച് പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി. അപ്പോൾ ഓരോ വരി വെച്ച് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളിതിൻ്റെ മൂല തൂക്കണം. രണ്ട് ഭാഗത്തും നമ്മൾ മൂല തൂക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് നിർത്തുക. കറക്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂല തൂക്കുമ്പോൾ മൂലയുടെ മുൻഭാഗം തൂക്കണം, അതേപോലെ മറ്റേ സൈഡും നമ്മൾ തൂക്കണം. തൂക്കുന്ന ടൈമിൽ കല്ലല്ലാത്ത ബ്രിക്കുകളൊക്കെ തൂക്കുമ്പോൾ, ഇനിയിപ്പോൾ കല്ലും തൂക്കുന്ന ടൈമിൽ നമ്മൾ എക്സ്പോസഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ തൂക്കേണ്ടതോടൊപ്പം നമ്മൾ സ്പിറ്റ് ലെവൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. എന്താ അങ്ങനെ പറയാമെന്ന് വെച്ചാൽ, നമുക്കിത് എക്സ്പോസഡ് വർക്കിൽ നമുക്ക് ഇതിൻ്റെ നേർരേഖയിൽ പോകണം. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം വെച്ച് നോക്കിയിട്ട് നമ്മൾ മൂല തൂക്കുന്ന കല്ലിന് മോൾ ഭാഗത്ത് ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്കത് മുൻഭാഗത്ത് നോക്കുമ്പോൾ അത് കാണും. അപ്പോൾ ഇതിൻ്റെ കല്ലിൻ്റെ അടിഭാഗവും മോൾ ഭാഗവും ഒരേ രേഖയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂല തൂക്കുന്ന ടൈമിൽ നമ്മൾ സ്പിറ്റ് ലെവൽ വെച്ച് അപ്ലൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞത്. ഏതുതരം കല്ലാണെങ്കിലും ബ്രിക്കാണെങ്കിലും അതിലെല്ലാ കല്ലുകളും അല്ലെങ്കിൽ ബ്രിക്കുകളും നമുക്ക് മൂല തൂക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മൂല തൂക്കുന്ന സമയത്ത് നമ്മൾ നല്ല ബ്രിക്ക് തിരഞ്ഞ് നോക്കിയിട്ട് അല്ലെങ്കിൽ നല്ല കല്ല് തിരഞ്ഞ് നോക്കിയിട്ട് ഈ കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മൂല തൂക്കാൻ. മൂല നമ്മൾ തൂക്കുമ്പോൾ ഇനിയിപ്പോൾ എത്രാമത്തെ ലൈന് നമ്മൾ വെക്കുകയാണെങ്കിൽ ശരി, നമ്മൾ ഫസ്റ്റ് വെച്ച നമ്മൾ അടിയത്തെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലേക്ക് കറക്റ്റ് തൂക്കിട്ടിട്ട് വേണം നമ്മൾ നിർത്താൻ. പിന്നെ എക്സ്പോസഡ് വർക്കുകളിൽ പ്രത്യേകിച്ചും ഈ തൂക്കിടുമ്പോൾ ഇത് അടിയുടെ ലൈനിലേക്ക് ഇടുമ്പോൾ തട്ടിയില്ല എന്നുള്ള ഒരു ലെവലിൽ നിൽക്കാൻ പറ്റില്ല. ഇതിന് ചെറിയൊരു ഗ്യാപ്പ് പോലും പാടില്ല. കാരണം അങ്ങനെ തട്ടിയില്ല ലെവലിലല്ല എന്നുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് വരുമ്പോൾ ഇത് എടുത്ത് കാണിക്കും. മൂലകൾ രണ്ട് ഭാഗത്തും തൂക്കിയതിന് ശേഷം നമ്മളൊരു നൂല് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റിൽ ഇത് നല്ല വലിച്ച് കെട്ടണം. ചെറിയ ലൂസ് ഇതിന് പാടില്ല, നല്ല ടൈറ്റിൽ കെട്ടണം. വെട്ടുകല്ല് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 7:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മൾ മോട്ടാർ മിക്സ് ചെയ്യൽ. പക്ഷേ മഡ് ബ്രിക്ക് അതേപോലെ പോരത്തം ബ്രിക്കൊക്കെ നമ്മൾ 5:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മളിത് മിക്സ് ചെയ്യൽ. നല്ല കറക്റ്റ് മിക്സിങ് ഇതിന് വേണം. അതുപോലെ നല്ല റേഷ്യോയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോട്ടാറാവണം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ ഈ നൂലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നൂല് നല്ല ടൈറ്റിൽ നമ്മൾ വലിച്ച് കെട്ടണേ, എന്നാൽ മാത്രമേ നമുക്ക് ഇത് വൃത്തിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ട് തലയിലും നമ്മളിത് വലിച്ച് കെട്ടണം. ഒരേ കനത്തിൽ സിമെൻറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കിത് വൃത്തിയിൽ അല്ലെങ്കിൽ ഭംഗിയിൽ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കയ്യിൽ ഒരേ കനത്തിൽ സിമെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ടൂൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ പോരത്തും ബ്രിക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിനുള്ള ടൂൾസൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് എന്താ എളുപ്പം അങ്ങനത്തെ രീതിയിൽ നമുക്കൊരു ടൂൾസ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മരം കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടോ എന്തുകൊണ്ടോ നമുക്ക് ഇതിനുള്ള ടൂൾസ് ഉണ്ടാക്കിയെടുക്കാം. ആ ടൂൾ ഉപയോഗിച്ച് സിമെൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് തുടങ്ങാം. നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ മോൾ ഭാഗം നമ്മൾ കെട്ടിയ നൂലിന് കറക്റ്റായിരിക്കണം. അതായത് കല്ലിൻ്റെ രണ്ട് സൈഡ് അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ രണ്ട് സൈഡ് ഈ നൂല് നമ്മൾ കെട്ടിയതിന് കറക്റ്റായിരിക്കണം. ഒരു പൊടിക്ക് താവാനോ ഒരു പൊടിക്ക് പൊന്താനോ പാടില്ല. ആ രീതിയിൽ വേണം നമ്മളിത് ചെയ്യാൻ. കൂടാതെ നമ്മൾ അടിയിൽ വെക്കുന്ന സിമെൻറ്റിൻ്റെ മോട്ടാർ കനമുണ്ടല്ലോ, അതേ കനത്തിൻ്റെ ഗ്യാപ്പ് തന്നെ വേണം നമുക്ക് കല്ലുകൾ തമ്മിലുള്ള അകലും, അതായത് രണ്ട് കല്ലുകൾ തമ്മിലുള്ള അകലും നമുക്ക് അതേ ഗ്യാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കാണുമ്പോൾ ഇത് വൃത്തിയായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിന് ക്ഷമയും നല്ല ടൈം എടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ എക്സ്പോസ് ചെയ്ത വർക്കുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ആദ്യം തന്നെ ഫില്ല് ചെയ്ത് പോകാൻ നല്ലത്. നമ്മളൊരു വരി കറക്റ്റ് എല്ലാം നമ്മുടെ അടിഭാഗം മുകൾഭാഗം കറക്റ്റാക്കിയിട്ട് നമ്മൾ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കല്ലുകളുടെ ഗ്യാപ്പ് നമ്മൾ പോയിൻ്റ് ചെയ്തിട്ട് അതിന് ഗ്രൂ ഇടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അടിയിലുള്ള അല്ലെങ്കിൽ കല്ലിൻ്റെ മേലുള്ള ഗ്യാപ്പ് പോലെ തന്നെ അതേ അളവിൽ വേണമല്ലോ നമുക്ക് സൈഡിലുള്ള ഗ്യാപ്പും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു വരി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്യാപ്പ് വലുതുള്ള ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ സൈഡ് ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഉദ്ദേശം വെച്ച് പറഞ്ഞത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്പോസർ ആയിട്ടുള്ള വർക്കാണ്. ഇതിന് പ്ലാസ്റ്റിങ്ങോ കാര്യങ്ങളോ വരില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള പണിയുടെ ഭാഗത്തുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഇതിന് ഭാവിയിൽ ഇത് വലിയ രീതിയിൽ എടുത്ത് കാണിക്കും. കാരണം പ്ലാസ്റ്റിക് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ തൂക്കുന്ന ടൈമിലായാലും ശരി, നമ്മൾ ഓരോ വരി വെച്ച് പോകുന്ന ടൈമിലായാലും ശരി, നമ്മളിത് വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാൻ. കല്ല് നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം നമ്മൾ അടിയിൽ വെച്ച കല്ലിൻ്റെ അതേ കറക്റ്റിൽ വരണം. അതേപോലെ മോൾ ഭാഗം നമ്മൾ ഇപ്പോൾ കെട്ടിയ നൂലിൻ്റെ അതേ ലെവലിൽ പോകണം. അപ്പോൾ പൊന്താനോ താവാനോ പാടില്ല, കല്ലുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം വരാനോ പാടില്ല. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. ഏത് തരം കല്ലാണെങ്കിലും ബ്രിക്കാണെങ്കിലും യൂണിഫോം സൈസ് ചിലപ്പം എല്ലാ കല്ലിനും ഉണ്ടായിക്കോണമെന്നില്ല, അല്ലെങ്കിൽ ബ്രിക്കിന് ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കല്ല് മാറ്റി വെച്ചിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ചില കല്ല് വെക്കുമ്പോൾ നൂലിന് പൊന്തിട്ടാണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് കല്ല് തിരഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കി പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്, നല്ല ക്ഷമയും നല്ല ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതേപോലെ ഒരു ലൈൻ വെച്ചതിന് ശേഷം പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിരിക്കും നമുക്ക് നന്നാവുക. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. നൂലിന് കറക്റ്റ് വരണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇതേപോലെ നൂലിന് കറക്റ്റ് വരണം മോൾ ഭാഗം, അടിഭാഗം അതേപോലെ താഴത്തെ കല്ലിനും കറക്റ്റായിരിക്കും.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും തന്ന് ഷെയർ ചെയ്യണേ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.